ഇതാടെ പാട്ടിടാൻ പറഞ്ഞത്. क्या बोला क्या എങ്ങനെ क्या है भैया തേങ്ങ ഹിന്ദി ഇതാ പറഞ്ഞേ ഇവ. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ ഈ ഗൾഫിൽ പോയിട്ട് ഒരാൾ 10-20 വർഷമായിട്ട് അവിടെ ജയിലിൽ കിടക്കുകയാണ്. പാവപ്പെട്ട 2 പിള്ളേരുണ്ട് അങ്ങേരിക്കും. അപ്പം നമ്മളൊരു ചെറിയ സഹായം പുള്ളിക്ക് ഒരു പൗരസ്വീകരണം കൊടുക്കുന്നു. നിന്നെ കൂടാതെ 9 പേരെ 9 വഴിക്ക് ഞാൻ വിട്ടിട്ടുണ്ട്. ഒരു 15,000 രൂപയുടെ പിരിവ് നീ വക്കറ്റ് പിരിവ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരം നമ്മൾ തകർക്കും. ഓക്കെ അപ്പൊ വിട്ടോ. വേറെ കാര്യം ചേട്ടാ, എനിക്ക് വേറെ വശം ആദ്യം കിട്ടുന്ന 100 രൂപയ്ക്ക് നീ ആദ്യം കാപ്പ് കൂടി, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പൊക്കാ ഇന്നത്തെ കാര്യം ഹിന്ദിക്കാരാ. अरे क्या है भैया मेरे काम ഇങ്ങ് വാടാ മക്കളെ ഇങ്ങ് വാ. आपको क्या चाहिए भैया ഈ വരാൻ വേണ്ടിട്ട് വിളിക്കാനുള്ള ഹിന്ദി അറിഞ്ഞൂടല്ല ഈ ചേട്ടാ. ഈ ഹിന്ദിയിലെ ഈ പുള്ളി ഇങ്ങ് വാ വരിക എന്ന് പറയാൻ വേണ്ടിട്ട് എന്ത് വാക്ക് പറയണേ? ആവോ ആവോ. പുള്ളിക്ക് അറിഞ്ഞൂടെ ആവോ അതല്ല പിന്നെ ആവോ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഇങ്ങ് അടുത്ത് വരുന്നു. ആവോ എന്ന് പറഞ്ഞാൽ വരും, ഇങ്ങോട്ട് വരാനാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ആവോ ഈസി പരിപാടി തന്നെ. ആവോ നിങ്ങൾ വാ. हाँ भैया बोलो സംഭവം കൊള്ളാം. ഹിന്ദി പാട്ട് വേണ്ട, മലയാളം 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 ആ മലയാളം 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 ഈ മലയാളം ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കാത്തോണ്ട് എടാ അതല്ല ഹിന്ദി മലയാളം ഗാനം മലയാള ഗാനം മലയാളം ഗാന മലയാളം ഗാന അത് തന്നെ. അവിയൽ തോരൻ ചോര മീൻകറി മലയാളം ഗാന അച്ഛ ഗാന ഹേ സൂപ്പർ ഗാന ഹേ എല്ലാം കൂടി കുഴച്ച് തൊണ്ടക്കുഴി തള്ളിത്തരാം ഞാൻ. പോടാ പോടാ കണ്ടോ പോടാ. क्या चाहिए भैया आपको എടാ പാട്ട് വേണ്ട നീ പോ. नहीं नहीं आप बोलो क्या है ദൈവമേ പോവാൻ പറയാൻ അറിഞ്ഞൂടല്ലോ ഇപ്പം. भैया ആവോ ഇനി ചെന്ന് അവിടെ ചോദിക്കുന്ന നാണക്കേട്. എടാ ശല്യപ്പെടുത്താതെ ഞാൻ നിന്നെ ആലോചിക്കട്ടെ സംഭവം. बोलो भैया बोलो ഒരു ഐഡിയ ഉണ്ട് ഇല്ലേ? ഒരു സെക്കൻഡ്. അതെ ബാബ് ആവോ हाँ बोलो बोलो भैया बोलो ആവോ. क्या है भैया ഇതേ പറ്റുള്ളൂ. ഇങ്ങനാവോ बोलो भैया ഇങ്ങോട്ടാവോ ഇങ്ങ വാ. ആവോ പൊന്നെ ഇടഞ്ഞു വരുമ്പോലെ ഒരു നെറ്റിപ്പട്ടത്തിന്റെ കുറവേ ഉള്ളൂ. അല്ല ഞാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഭയങ്കര ആത്മാർത്ഥമാണ്. ഇപ്പോഴാണ് വരാൻ പറഞ്ഞത്. എന്ന് താമസിച്ചെന്താ അത് പറ. ആണോ അതിന്റെ കാര്യം പറയാൻ വിട്ടു വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെണ്ണും പിള്ളക്ക് വയ്യ. എന്താ അസുഖം? പെണ്ണും പിള്ളക്കാണ് തലവേന, കണ്ണുവേന, മൂക്കുവേന, നാക്കുവേന, ചെവി വേന, നെഞ്ചു വേന, വേറുവേന, കാൽമുട്ട് വേന, കൈമുട്ട് വേന, മൊത്തത്തിൽ വേന, ഒരു രക്ഷയില്ല. നിനക്ക് എത്ര വയസ്സാടാ? എനിക്ക് 37 വയസ്സ്. അപ്പൊ നീ 60 വയസ്സുള്ള കളകി നിങ്ങൾ പോയാണ് നിങ്ങളെ കാര്യം നോക്കി. അതല്ല അല്ല അറിയാൻ പാടില്ലെന്ന് ചോദിക്കും. സാധാരണ വയസ്സർക്കാണ് ഇത്രയും അസുഖമുള്ളത്. ഇത് മൊത്തത്തിൽ വേദനയാണ്. അതല്ല എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് നിങ്ങളെ കല്യാണം മാലയും ഇതൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ്. നീ എവിടത്തെ എടാ കല്യാണ സെറ്റപ്പ് ഒന്നും അല്ല. പിന്നെ അതായത് ക്ലീറ്റസ് എന്ന് പേരുള്ള ഒരാള് 20 വർഷം കൊണ്ട് ഗൾഫിൽ ജയിലിൽ കിടക്കുകയാണ്. പുള്ളിക്ക് അക്കാമയില്ല. അതില്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടുവണ്ട. അക്കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ്. ഓ അങ്ങനെ ലൈസൻസ് അങ്ങനെയും പറയാം. പുള്ളി ഒരു പാവപ്പെട്ടവനായത് നമ്മളൊരു ചെറിയ പൗരസ്വീകരണം കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇതിലൂടെ നമ്മൾ അതായത് ഞാൻ തന്നെ കുറച്ച് പൈസ ഇലാക്കിയിട്ട് ഈ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്, കുറച്ച് ഇനി കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മനസ്സിലായില്ല, ഒരു പൗരസ്വീകരണം. പാവം പാവം സമ്മതിച്ചല്ല. ഇത്രയും നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ കൂടെ പഠിച്ചാണ് ക്ലീറ്റസ്? ഇല്ല. അപ്പൊ നിങ്ങളെ ബന്ധു? അയ്യോ നമ്മൾ ഒരു കാസ്റ്റേ അല്ല. നിങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചത്? ഇല്ലാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മള്. അപ്പൊ നിങ്ങൾ ഇവിടെ കോളേജിൽ പഠിച്ചത്? പൊന്നെ പഠിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ നിങ്ങളെ പഴയ ബിസിനസ് പങ്കാളി? ഞാനും പുള്ളി നമ്മൾ ഒരു കച്ചവടം നടത്തിയിട്ടില്ല. നീ എന്തോന്ന് പറയുന്നത്? എടാ എനിക്കും അറിയത്തില്ല. എന്നാണ് അമ്മേനെ അറിയത്തില്ല. അവൻ വരുമ്പോഴാണ് എനിക്ക് കാണാൻ. എടാ ക്ലീറ്റസോ ജോർജോ സന്തോഷോ ആരോ വന്നിട്ട് പോട്ട് നമ്മൾ പുള്ളിക്ക് ഒരു ഹാരം ഇട്ട് കൊടുക്കും, ഒരു ജെണ്ട് കൊടുക്കും, ഒരു സ്വീകരണം നൽകും. മനസ്സിലായി? പിന്നെ പുള്ളിയെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ ഇതിലൂടെ വരുന്ന ഫണ്ട് നമ്മൾ അങ്ങ് എടുക്കും. അങ്ങനെയും നീ ഉണ്ടല്ലോ. അപ്പൊ പകുതി പകുതി എങ്ങനെ? പകുതി 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 പപ്പാതി പപ്പാതി അത് പറ്റില്ല. നിനക്കാണെങ്കിൽ ഓക്കെ, നിന്റെ പപ്പയ്ക്ക് ഞാൻ കൊടുക്കാം. പപ്പയ്ക്ക് കൊടുക്കുന്ന കാര്യമല്ല, പകുതി പകുതി അത് നീ ആദ്യം പറഞ്ഞല്ലോ പകുതി പകുതി. അത് എനിക്ക് ഓക്കെ, ഞാൻ സമ്മതിച്ചു. അതൊക്കെ ഓക്കെയാണ്. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും ചേർ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ ആളുണ്ടാ? അത് ഞാൻ ബാഡുള്ള ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
റിയാദ് മാത്രം വന്നിരുന്നു എവിടെ അങ്ങനെ ആള് നിറയണം അവനെ നിനക്ക് അറിഞ്ഞിടാത്തോണ്ടാണ് 10-16 ഭാര്യമാർ അതിൽ 60 പിള്ളേരും ഉണ്ട് ഈ ഓഡിറ്റോറിയം നിറഞ്ഞങ്ങിരിക്കും. അവൻ എന്തൊരു പണി അവൻ ഇതൊക്കെ തന്നെ പണി. അതല്ല ഉള്ള പക്ഷെ ഇവൻ വരുന്നതിന്റെ പേരിൽ ഒരു വലിയ ഫ്ലെക്സ് അതിന്റെ താഴെ ക്ലീറ്റസിന് സ്വാഗതം ഇതൊക്കെ എഴുതി വെക്കണ്ടേ? ഇത്രയും ചെയ്യുമ്പോൾ പിന്നെ അത് ഞാൻ ചെയ്യത്തില്ലടാ. ചെയ്താ ഈ നമ്മുടെ ഈ നാട്ടിൽ മലയാളം നല്ല രീതിയിൽ അറിയാന്നുള്ള ഒരു ചെറുക്കുണ്ട്, എഴുത്ത് വായനക്ക് ഇച്ചിരി അറിയാം. അപ്പൊ കാര്യങ്ങൾ കേൾപ്പിച്ച് സ്വാഗതം ഒന്ന് ക്ലീറ്റസിന് സ്വാഗതം എഴുതാൻ വേണ്ടിട്ട് ഇപ്പൊ വരുമ്പോടൊക്കെ എന്റെ ചിങ്കാക്കുട്ടി ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ട? എന്റെ കൂടെ എന്റെ ചങ്കാണ് മക്കളെ ഫോൺ എഴുതിയാടാ. ഒത്തില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. സാമൂഹ്യമല്ല ശിഷ്യരാണ് അക്ഷരപൂച്ചനൊക്കെ എനിക്ക് അറിയാം. അപ്പൊ നീ എഴുതിയ സംഭവം എഴുതിയാ വീടുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഗതം സ്വാഗതം ലേറ്റസ്റ്റിന് സ്വാഗതം. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല, ഇത് ഫ്രണ്ടിൽ വെക്കാം. ഞാൻ കൊണ്ട് എന്തായാലും ഇത്രയും കാശൊക്കെ ചിലാക്കി ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കട്ടെ ഫ്രണ്ട് വെക്കാനുള്ള ബോർഡ് നോക്കട്ടെ, സംഭവം നോക്കട്ടെ, ഒന്ന് കാണിക്കട ഇറക്കാ. ഇന്നലെ കാണി എന്താന്നടാ ഇത്? എന്റെ കോർണിഷിന്റെ വരപ്പ് കണ്ട. അല്ല നീ എന്താണ് സംഭവം എഴുതിക്കണെന്താ? ക്ലീറ്റസിനു സ്വാഗതം. എന്തോന്നടാ ഈ എഴുതി വെച്ചിരിക്കുന്നത്? ക്ലിന്റന് സ്വാഗതം. ഇനി അമേരിക്കയിൽ പോണം അങ്ങനെ വിളിക്കാൻ. ശിക്ഷ നടക്കണം. അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ്. നീ എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആര് വരുമെന്നാണ് നീ പറയുന്നത്? പെട്ടെന്നുള്ള ടെൻഷനിൽ എഴുതിയപ്പം ചെറിയ വിട്ടുവിട്ട് പോവല്ലേ. നേരെ എഴുതാൻ നോക്കൂ. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കാവുണ്ട്. പറ. നിങ്ങൾക്ക് ഈ സുഗുന്റെ റബ്ബറുകളിൽ എന്ത് കാര്യം? എന്റെ അടുത്താണ്. എടാ അത് ഈ ഒരു സാമൂഹ്യ പ്രവർത്തനവും സേവനമായിട്ടൊക്കെ നടക്കുന്ന ഞാനല്ലേ. ഈ നാട്ടുകാരുടെ മൊത്തം ഭാരം ഇറക്കി വെക്കുന്ന എന്റെ നെഞ്ചത്താണ്. എന്റെ നെഞ്ചത്താണ് ഇറക്കി. അതിന് നിങ്ങൾക്ക് റബ്ബറുകളിൽ കാര്യം എന്തെന്ന്? എന്റെ ഉള്ളിലുള്ള ഭാരം ഒന്ന് ഇറക്കി വെക്കേണ്ട. നിങ്ങൾ ഈ റബ്ബറുകളിൽ കാരണം ഞാനാണ് അവിടെ റബ്ബർ വെട്ടണത്. അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. ഇല്ല പുള്ളി അടിച്ച പുള്ളിമ ഓടും പോലെയാണ് ഞാൻ ഇപ്പൊ റബ്ബർ വെട്ടണത് അവിടെ. ഇങ്ങനെയൊക്കെ പിടിച്ച് ഇവിടെ വാഴ നിർത്തിയിരിക്കും. എന്നാ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ നടക്കോ വലിയ വിജയിപ്പിക്കണ കാര്യമാണ്. മൈനസ് പറയല്ലേ മക്കളെ, പ്ലസ് ആയിട്ട് ചിന്തിക്ക്. ഞാനൊരു കാര്യം പറയാം, ഞാൻ സകലമാന ബിസിനസ് നടത്തി. ചായക്കട നടത്തി, പഴക്കച്ചവടം, കുപ്പി കച്ചവടം, അങ്ങനെ വണ്ടി കച്ചവടം, അങ്ങനെ എല്ലാ ബിസിനസ്സും നടത്തി. ഇതും കൂടി ഇന്ന് കൈവിട്ട് പോയാ നിന്നാണ് എൻ്റെ അമ്മയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്തറിയോ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു. ഈ ഒരു മാസം സൂയിസൈഡ് ചെയ്ത് എത്ര രൂപ? വലിയ ചതയം വെച്ചോണ്ട് വന്നിന്ന് പറയുന്ന ഡയലോഗ് കേട്ടോ. ദൈവമേ ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? സീസൺ അല്ലല്ലേ ഇപ്പൊ? സീസൺ അല്ലേ എടാ സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ. ഓ അങ്ങനെയാണ്. നീ വന്ന് ഇങ്ങനെ ഇടിക്കല്ലേ, ചത്തുപോകും. പിന്നെ എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് വർക്ക് ചെയ്യൂടാ. കിടില സൗണ്ട് സിസ്റ്റം അല്ലേ വെച്ചിരിക്കണേ? നിങ്ങൾ അങ്ങോട്ട് വിളി. എടാ ഈ മൈക്കൊന്ന് കൊടുത്താടാ. എടാ ഒന്ന് പറയണ മക്കളെ, അതൊന്ന് പറയണ. അവൻ വല്ലതും കഴിച്ചോ നോക്കും. പയറ് പോലെ നിന്നാലേ നടക്കുള്ളൂ. ഇവൻ ആര് ഇത് വിളിച്ചോണ്ട് വന്നത്? നീ എന്നെ വിളിച്ചോ വന്നത്. അപ്പൊ നീ അല്ല ആഹാരം വല്ലതും കഴിച്ചോ? എന്താന്ന് മനസ്സിലായില്ലേ? ഉരുളക്കിഴങ്ങ് അവിച്ചത്, സോയാബീൻ തോരനും, 5 ഓറ് മഞ്ഞ, 4 ഓറ് ശമ്പൂ, 5 കിലോ മാറ്റി തൊണ്ട പോയിട്ട് ചില മഞ്ഞയും കൂടെ തട്ടിക്കൊടു, എന്നാലേ ശരിയാവത്തു. ഒരു സെക്കൻഡ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുന്നുണ്ട്. ആ വൈബ്രേറ്റിൽ ഇട്ടിട്ടും കണ്ട തന്നെ ഭാര്യ ഭയങ്കര പേടിയാണ്. ഭയങ്കര ചെല്ല. ഒരു സെക്കൻഡ്. ഹലോ. അല്ലാതെ പറയടി. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ആര് പറഞ്ഞു? നീ കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. മിണ്ടായില്ല ഇപ്പോൾ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ല, വിഷയം ഉണ്ടാവും. നീ അങ്ങോട്ട് മാറിയില്ലേ? കാര്യം പറഞ്ഞു. പറ. അത് നമ്മൾ കുടുംബ പ്രശ്നമാകുമ്പോൾ അങ്ങനെ തന്നെ. അങ്ങനെ പറയാനാണെങ്കിൽ ഇന്നലെ രാത്രി നീ അടത്തുണി വായിക്കാത്ത കുത്തിക്കയറ്റി വെച്ചിട്ട് കുനിച്ച് ചേർത്തി 60 ഡിഗ്രി ഇടിച്ച ഞാൻ അടുത്തെങ്കിലും പറഞ്ഞു ഇല്ലല്ല. ഞാൻ ചട്ടവും എടുത്തുകൊണ്ട് ഇതിൻ്റെ തുടയിൽ വെച്ച് തന്നിട്ട് ഞാൻ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചാൽ കുടുംബ വഴക്കാവുമ്പം 4 ചവരുകൾക്കുള്ളിൽ നിൽക്കണം. അത് സ്വാഭാവികം. ഞാൻ ഇന്നാൾ നിൻ്റെ അടുത്ത് ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പൈസ 1000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? അയ്യോ ഇത് കാരണന്മാരെല്ലാവരും കൂടി നമുക്ക് അറിഞ്ഞു തന്ന സൗന്ദര്യമാണ്, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണത് ബ്ലൗസ് വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അല്ലേ നീ പറഞ്ഞത്? നീ ബ്ലൗസോ നിക്കറോ പാവാട എന്തോ തച്ചിടും. പക്ഷേ ഇത് നമ്മളെ ഉള്ളിലറിയണം, മനസ്സിലായില്ലേ? വെളി പറയില്ലേ? ഓക്കെ, അതാണ് ഞാൻ. ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട, അലുമ്പ് ചെറുക്കന്മാരപ്പുറം ഇപ്പുറം ഉള്ളതാണ്. അവിടെ നമ്മളെ ഈ വീട്ടിലെ തേങ്ങ വീഴുന്ന ഓട് പൊട്ടി കിടക്കുകയാണ്. അത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടിയാണ്. നീ ഇന്ന് കുളിക്കുമ്പം വെളിയിലിറങ്ങി നിന്ന് കുളി, വെളിയിലെ ബാത്റൂമിൽ നിന്ന് കുളി. ആ ചെറുക്കന്മാരാ പൊട്ടി സ്ഥലത്തൂടെയൊക്കെ എത്തി നോക്കാം. അഴുക്ക ചെറുക്കന്മാരാണ്. ഈ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തല്ല, ഞാൻ ഒരാവശ്യമായിട്ട് നിൽക്കുകയാണ്. വിളിക്കണ്ട ഞാൻ വിളിക്കാം. എൻ്റെ അമ്മയുടെ മക്കളെ വരാം, ഉമ്മ വെച്ച സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ നീ എന്നെ വിളിച്ച് ശല്യം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യടി അങ്ങോട്ട്. എന്തൊരു മാരണോടെ.
പക്ഷേ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ ഇത് വിളിച്ച് പറയായിരുന്നെങ്കിൽ ഡെയിലി ഇത് വിളിച്ച് ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഇത് നടക്കാൻ ഇടയ്ക്ക് വിളിച്ചാനെ. ഈ മൈക്ക് കൊടുക്കാൻ പറ. മൈക്ക് അപ്പോഴേ കൊടുത്ത്. മൈക്ക് അപ്പം കൊടുത്തു. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ മൈക്ക് കൊടുത്തണ്ണാ. നിങ്ങൾ പറഞ്ഞ നാട്ടുകാർ മൊത്തം കേട്ട് നിങ്ങളെ ചേച്ചി കുളിമുറി കയറി കുളിക്കണവരെ. അല്ല ഇത് എവിടെ വരെ കെട്ടിയിട്ടുണ്ട്? നിങ്ങളെ വീട്ടിലെ ഫ്രണ്ട് വരെ കെട്ടിയിട്ടുണ്ട്. നിങ്ങളെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ തെങ്ങിന്റെ അവിടെ 4 എയർകോണാണ് വെച്ചിരിക്കുന്നത്. സംഭവം പൊളിഞ്ഞില്ല, ഒന്ന് വിളിക്കട്ടെ. വിളിച്ച പറ ചേച്ചി. അയ്യോ സ്വിച്ച് ഓഫ്. ഞാൻ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എടാ ഇപ്പൊ പയ്യന്മാർ എന്റെ വീട്ടിന് ചുറ്റും പയ്യന്മാരായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിലെ തെങ്ങില് 4 എയർകോൺ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ മൈത്തിരി ചേച്ചി അങ്ങ് വിളിച്ച് പറ. ഇത് കൂടെ അങ്ങ് വിളിച്ച് പറ. അതെങ്ങനെ കേക്കോ? നൈസ പറഞ്ഞാ മതി. മൈത്തിരി പറ. ഞാൻ സുഖമാണ്. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ മാത്രം കേൾക്കും. പിന്നെ നമ്മളെ നീ വെളിയിൽ നിന്ന് കുളിക്കുമ്പോഴേ ഞാൻ ഒന്നത് അവിടെ ഇല്ല, ഉണ്ടായി ഞാൻ നോക്കുമായിരുന്നു. ആ മുകളിലൊന്നും അടപ്പൊന്നും ഇല്ലാത്തതാണ്, കൂരയില്ല, മേൽക്കൂരയില്ല. ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പയ്യന്മാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ അതിൽ ആ ചുവലിലാണെങ്കിൽ 4 ഓട്ടയുണ്ട്, മനസ്സിലായ? അതുകൊണ്ട് നീ ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയും കണ്ടും വേണം നിന്ന് കുളിക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് നെഞ്ചില കണ്ടിറങ്ങിയത്. നേരത്തെ പറഞ്ഞ മൊത്തം പയ്യന്മാർ കേട്ട്. ഈടാ ഈ കാലം നേരത്തെ എന്റെ ചിങ്കക്കുട്ടിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. അത് എനിക്കറിയാം, നീ എനിക്കറിയാലോ. എന്തോന്നടാ ഇത്? ഇതെന്തോന്നു? മലയാളം വായിക്കാൻ അറിഞ്ഞൂടല്ലേ? നീ വായിക്കും. എന്റെ പൊന്നണ്ട എന്തോന്നാടാ എഴുതി വെച്ചിരിക്കുന്നത്? എടാ നിന്നെ, നീ എന്റെ ഈ പെയിന്റും ഇതല്ലേ എടാ, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതല്ലേ, എന്റെ പൈസയാണ്. നമുക്ക് നല്ല എഴുത്തും വായനയുള്ള തന്നെ. ആദ്യം നീ എന്നാ അത് പറയാൻ പഠിക്കും, എന്നിട്ട് നീ എഴുത്. ഒന്നുകൂടെ അപ്പോ ഇനി എത്ര ബോർഡുണ്ട് അവിടെ? ബാക്കി 2 ബോർഡ് നീ ഇപ്പൊ എഴുതി തൊലച്ചില്ലേ? ഇതിന്റെ കക്കൂസിന് അടപ്പാറ്റി കൊണ്ടുപോയി പോ, തൊലച്ചു പോ. വേറെ കാര്യം വരും, ഇതിന്റെ സംഘാടകന്റെ മെയിൻ ആള് ഞാനാണല്ലോ. ആൾക്കാരൊക്കെ വന്നു കൂടുമല്ലോ, ക്ലീറ്റസ് വരുമല്ലോ. അപ്പം 2 വാക്ക് ഞാൻ പറയണമല്ലോ. പറയണമല്ലോ. എടാ ഈ കുളിര് കോരുന്ന 1-2 വാക്ക് പറയടാ. അങ്ങനെ ഈ കുളിര് കോരുന്ന 1-2 വാക്ക് പറ. നേരത്തെ എന്റെ അടുത്ത് ചോദിക്കണ്ടേ? ഒരു പേന പേപ്പർ എഴുതിയെടുത്തോ. എഴുതിക്കോ. പറ. കൂൾ ഡ്രിങ്ക്സ്, തണുത്ത വെള്ളം, ഐസ് കട്ട, ഫ്രിഡ്ജ് ഇരിക്കണം, നല്ല തണുത്ത തണ്ണിമത്തായി, പിന്നെ ഒരു ചിപ്പാപ്പ്. ഞാനെങ്കിലും പിക്കപ്പ് കയറ്റി അന്യ നാട്ടിൽ അയച്ചു കളഞ്ഞ. നീ പറഞ്ഞു തന്നാ മതിയായി. പോക്കോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സുഖമുള്ള വാക്കാണ്. എനിക്ക് മനസ്സിലായി. അതാണ് സുഖമുള്ള വാക്ക്. നീ പറ. ഷക്കീല, മറിയ, രേഷ്മ, സിന്ധു, ന്യൂ ജനറേഷൻ ഐറ്റം, സണ്ണി ലിയോ. എടാ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേൾക്കുമ്പോ തന്നെ നെഞ്ചു കൊള്ളണം, ആ രീതിയിലുള്ള വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ്, അത്രേ ഉള്ളൂ. നിങ്ങളെ ഭാര്യ അവന്റെ കൂടെ വിളിച്ചോടി. നെഞ്ചിക്കൊള്ള വാക്ക് പറയാൻ പറഞ്ഞപ്പോ സന്തോഷമുള്ള കാര്യമാണ് പറയുന്നത്. ഇവൻ ആരടാ? അല്ല, എന്റെ പെയിന്റ്, എന്റെ ബ്രഷ് എനിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂല. എനിക്ക് കൂട്ടിനൊരാളെ വേണം. ആരെ ദാവം പറഞ്ഞ് വിളിച്ചോണ്ടോ? ഇവിടെ ഒരു ഉപയോഗമില്ല. ഈ ബംഗാളിനെ അവനെ വിളിച്ചോണ്ടോ? സംഭവം എനിക്ക് കൂട്ടിനൊരാളില്ലാതെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കുടുംബ പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടായി തന്നെ. നിനക്കെന്തോന്നു കുടുംബ പ്രശ്നം? അതാണ് വലിയ പ്രശ്നമാണ്. സംഭവം എന്റെ വീടിന്റെ അടുത്ത് ഒരു വേറെ വൃത്തിയുടെ ചെറുക്കമുണ്ട്. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലാണ്. ഭയങ്കര ശല്യം. ഞാൻ ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ 5-5 വാക്കിന് വീട്ടിലോട്ട് വരുമ്പോ ജനൽ തുറന്ന് നോക്കണ്, കട്ടിലിന് 4 കാലി. വാടാ എണീറ്റ്. നീ ജനലിൽ കൂടെ നോക്കിയാലും എവിടെ കൂടെ നോക്കിയാലും കട്ടിലിന് അല്ലെങ്കിൽ 4 കാലേ ഉള്ളൂ. അയ്യോ അതല്ലത്, കട്ടിലിൽ ഒരു ആണിന്റെ പെണ്ണിന്റെ 2 കാലും. അങ്ങനെ എടാ അപ്പൊ തന്നെ ചവിട്ടി തുറന്ന് അകത്തേറി കാലെടുത്ത് തറയടിച്ച് കൊല്ലണ്ടേ? അപ്പോഴേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. ബുദ്ധി അത് കൊള്ളാം. ബുദ്ധി ദിവസം വൈകുന്നേരം വരുമെന്ന് എനിക്കറിയാം. ഞാൻ പതുക്കെ കട്ടില് കംപ്ലീറ്റ് നായ്ക്കറിനെ പൊട്ടി കിട്ടിട്ടുണ്ട്. ബുദ്ധിമാൻ പിറ്റന്നാവും വന്നിരിക്കും, കിടക്കും, ദേഹം മൊക്കെ ഈ പൊടിയാവും, ചൊറിഞ്ഞ് മരിക്കും എന്ന് തന്നെ ഞാനും വിചാരിച്ചത്. ജനലിൽ കൂടെ പതുക്കെ നോക്കിയപ്പോ 2 കൂടെ കുളിമുറിയിൽ നിന്ന് സോപ്പ് തേച്ച് കുളിക്കും. എടാ അപ്പൊ തന്നെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയണ്ട. അപ്പോഴൊന്നും ചെയ്തില്ല.
അപ്പോഴും ഞാൻ ബുദ്ധി ഉപയോഗിച്ചു വീണ്ടും ബുദ്ധി ഭയങ്കര ഉപയോഗിച്ച് ബുദ്ധി. നൈസാ പോയി 4 കാലിന് അറത്തങ്ങ് വച്ച് കട്ടിലിന്റെ കട്ടിലെ കട്ട് ചെയ്ത് അങ്ങ് വെച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ബുദ്ധി മനസ്സിലായി പിറ്റേന്ന് ഇവൻ വരുന്നു ഈ കട്ടിൽ ഇരിക്കുന്നു ഈ കാലിളകുന്നു താഴെ വിടുന്ന നടുവടിയുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേ. അതൊക്കെ ജനലിൽ കൂടെ നോക്കിയപ്പോഴേ അവൻ നടുവൊടിഞ്ഞ് കിടക്കണ്. അവൾ അരക്കിലെ വെളിച്ചെണ്ണയായിട്ട് സ്ഫടികത്തിലെ സിൽക്ക് സമയത്ത് ഇരിക്കുമ്പോൾ ഏഴിമല പൂഞ്ചോല. ഇപ്പൊ ഞാൻ ആരായാണ് അണ്ണ പറ, ഞാൻ ആരായി? നീ മാമനുക്ക് മണിമാല. എന്നാ കൊല്ലക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അതാ വീണ്ടും പറഞ്ഞടാ. ഇനി മിച്ചം വേറെ ബോർഡുണ്ടാടാ അവിടെ? ഇല്ല, സംഭവം പൊളിഞ്ഞു. എന്നാലും പോട്ട്. ഇതിപ്പോ നീ കറക്റ്റ് എഴുതിയിട്ടുണ്ടോ? ഇത് കറക്റ്റ് കൃത്യം. നേരത്തെ കുറെ കണ്ട് കാണട്ടെ. ഇത് കാണോ? ഓക്കെ, പിന്നെ കാണാതെ ഞാൻ കൊണ്ട് വെച്ചിട്ട് വരാന്ന്. എനിക്ക് കാണിച്ചിട്ട് കൊണ്ട് വെച്ചാ മതി. കാണിക്കാൻ ഞാൻ പരീക്ഷ എഴുതണം. എല്ലാരും ഇങ്ങനെ കാണിക്കാൻ പറയും. വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. എന്താ ഇത്? ക്ലീറ്റസിന്റെ സ്വാഗതം എന്നല്ല, പിന്നെ ഇത് ക്ലീറ്റസിന്റെ ഗതാഗതം. നോക്കടാ, ഇവൻ വലിയ ശല്യമായി പോയല്ല. എടാ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു, ഇത് എത്രാമത്തെ ആവർത്തിയാണ്, ഇത് എത്രാമത്തെ ബോർഡാണ് നീ നശിപ്പിക്കുന്നത്. ഈ പെയിന്റ് എന്റേത്, ഈ ബോർഡ് എന്റേത്, ഈ ബ്രഷ് വരെ എന്റേതാണ്. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി എന്തുമാത്രം കാശാണ് റെഡി ആയെന്നറിയാം. ഇതേട്ടാ, രാവിലെ ഞാൻ ബക്കറ്റ് വിരി ഇട്ടാണ്. എടാ, ഇതിലൊന്നും ഇല്ലല്ലോ. സംഭവം പൊളിഞ്ഞോട്ടാ. സംഭവം പൊളിഞ്ഞു. എന്തോന്ന് പൊളിഞ്ഞെന്തോന്നു? ഗ്ലീറ്റസ് വരില്ല. എങ്ങനെ ഗ്ലീറ്റസ് വരില്ല? ഗ്ലീറ്റസ് എന്ത് വരാത്തെന്ത്? ഗ്ലീറ്റസിന് അടുത്ത മാസം 20-ാം തീയതി വിസ അടിച്ചു കിട്ടത്തുള്ളൂ. പിടിച്ച പിടിച്ച പിടിച്ച. ഇങ്ങോട്ട് വാ. അയ്യോ, വെള്ളം കുറ വെള്ളം. എനിക്കിതൊക്കെ കണ്ടാ തളിച്ചിട്ടില്ല. അയ്യോ അയ്യോ അയ്യോ, മാറില്ല മാറില്ല, പേടിപ്പിക്കാം. അയ്യോ എന്റെ പൊന്നപ്പി, എന്തായാലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയടാ. 1,00,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് മറ്റേ നാച്ചിമുത്തു അണ്ണാച്ചിരുന്ന് പലിശയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. വൈകുന്നേരം കിട്ടുന്ന കളക്ഷൻ എടുത്ത് അങ്ങേക്ക് കൊടുക്കാന്നാ പറഞ്ഞത്. ഇന്നിപ്പം ഞാൻ എന്തോന്ന് പൈസ എടുത്ത് കൊടുക്കൂടാ? അണ്ണാ, ഒരു കാര്യം ചെയ്യാം. അണ്ണാച്ചി പറഞ്ഞ നമുക്ക് ഇതെല്ലാം കെട്ടി പറയും ഒരു ഒറ്റ വിളക്ക്. എന്തായാലും നാച്ചിമുത്തു ഒന്ന് എന്നെ തല്ലി കൊല്ലും. എന്തായാലും അവനെ ചാവുന്ന സമയത്ത് ഒരു അനുശോചന യോഗം നടത്താൻ വേണ്ടിട്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതിരുന്നോട്ട്. അപ്പൊ അതിന്റെ പിരിവാ പോടാ.